സോ കമ്പ്യൂട്ടേഴ്സ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഒരു സിസ്റ്റത്തില് ഒരു മാനുവൽ പവർ കൊണ്ട് മാത്രം ഇത് കാര്യങ്ങൾ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും കമ്പ്യൂട്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഫാർമസിയുടെ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എന്ത് ആക്ടിവിറ്റീസിനാണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ കമ്പ്യൂട്ടേഴ്സ് അറിയാം, ദേ ആർ ഇലക്ട്രോണിക് മെഷീൻസ്. അപ്പൊ മെയിൻലി 3 ഹാർഡ്വെയർ കൊണ്ടാണ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് CPU, പിന്നെ ഒന്ന് മെമ്മറി, ആൻഡ് ലാസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ. ഇത്രയാണ് ഒരു കമ്പ്യൂട്ടറിന് ഉള്ളത്. ഏറ്റവും ആദ്യം പറയാനുള്ളത് CPU പറ്റിയാണ്. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, മെയിൻ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആണ് CPU. നമ്മുടെ ഹ്യൂമൻസിന് ബ്രെയിൻ എന്താണോ അതേപോലെയാണ് കമ്പ്യൂട്ടറിന് CPU എന്ന് പറയുന്നത്. മെമ്മറി യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നു, ഡേറ്റാസ് എടുക്കുന്നു, റിസൾട്ട് തരുന്നു. സോ ALU അഥവാ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയും. സോ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, കമ്പാരിസൺ, അങ്ങനെ അരിത്തമെറ്റിക് പർപ്പസ് ഒക്കെ ചെയ്യുന്നത് CPU തന്നെ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയും, ALU എന്ന് പറയും. Then next is subtraction unit. It will control the transfer of data among different individuals. അപ്പം 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് മെമ്മറി യൂണിറ്റ്, ദെൻ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, സെൻട്രൽ യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്താ ചെയ്യുക? ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും റിസൾട്ടും ഒക്കെ എടുക്കുന്നു. അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, കമ്പാരിസൺ, അതൊക്കെ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ALU. ആൻഡ് സെൻട്രൽ യൂണിറ്റ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഡേറ്റ among different units. Okay, next is monitor. It is a display unit which shows the operational activities on screen. അപ്പം ഒരു സ്ക്രീനിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അപ്പം ആ ആക്ടിവിറ്റീസിനെ എല്ലാത്തിനെയും പറ്റി പറയുന്നതാണ്. എല്ലാത്തിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്ക്രീനിലാണ്. ആ ഡിസ്പ്ലേ യൂണിറ്റിനെയാണ് നമ്മൾ മോണിറ്റർ എന്ന് പറയുന്നത്. സോ ദ ഡിസ്പ്ലേ യൂണിറ്റ് വിച്ച് ഷോസ് ദ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓൺ എ സ്ക്രീൻ. സോ 2 ടൈപ്പ് ഉണ്ട്, മോണോക്രോമും ഉണ്ട്, കളറും ഉണ്ട്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് ഡിവൈസിനെയാണ് ഹാർഡ് ഡിസ്ക് എന്ന് വിളിക്കുന്നത്. ദെൻ ഫ്ലോപ്പി ഡിസ്ക് അല്ലെങ്കിൽ ഡ്രൈവ്. അപ്പൊ ഫ്ലോപ്പി ഡിസ്ക് അല്ലെങ്കിൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കപ്പ് ഡേറ്റ എല്ലാം ഫ്ലോപ്പി ഡിസ്കിലായിരിക്കും ഉണ്ടാവുക. ദെൻ ഫ്ലോപ്പി ഡ്രൈവ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് CD ഡ്രൈവ്. ഓക്കെ, ദെൻ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? കീബോർഡ്, മൗസ്. നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു, അപ്പൊ തന്നെ നമുക്ക് അതിന് റീഡബിൾ ആയിട്ടുള്ള പ്രോസസിങ് യൂണിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റർ ആയിട്ട് എക്സാമ്പിൾ ആലോചിച്ച പ്രിന്റർ. സോ അങ്ങോട്ടേക്ക് ഒരു ഇത് കൊടുക്കും, നമുക്ക് ഫൈനൽ പ്രിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കൊടുത്ത ഡേറ്റ കിട്ടും. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ദെൻ ഗ്രാഫിക്സ് പ്രിന്റർ ആൻഡ് ലേസർ പ്രിന്റർ. ഓക്കെ, ദെൻ മെമ്മറി, റാം ആൻഡ് റോം കുഞ്ഞിനെ മുതൽ പഠിക്കുന്നതാണ്. സോ കമ്പ്യൂട്ടറിന്റെ വൈറ്റൽ എലമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ മെമ്മറി സ്റ്റോറിംഗ് ആണ് മെയിൻ മെമ്മറി ആൻഡ് മാസ് മെമ്മറി. മെയിൻ മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി, മാസ് മെമ്മറി അഥവാ സെക്കൻഡറി മെമ്മറി. റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി വിച്ച് ഹെൽപ്പ് ഇൻ റീഡിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഫോർ ദ യൂണിറ്റ്. അപ്പൊ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് അല്ലെങ്കിൽ റൈറ്റ്, റാം. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റീഡ് ഒള്ളി മെമ്മറി. നടുക്ക് ഓ കാണുമ്പോഴേ ഒള്ളി എന്നുള്ളത് ആലോചിക്കുക. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, അവിടെ റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഹെൽപ്പ് ചെയ്യും. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒള്ളി മെമ്മറി. അപ്പാർട്ട് ഫ്രം ദ പ്രോം, അതായത് പ്രോഗ്രാംഡ് റീഡ് ഒള്ളി മെമ്മറി, ഈ പ്രോം ഇറേസബിൾ പ്രോം, അത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒള്ളി മെമ്മറി. MROM മാസ്ക്ഡ് റീഡ് ഒള്ളി മെമ്മറി ആർ യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. അപ്പം നമ്മളിപ്പോ ഏതൊക്കെ പറഞ്ഞു? റാമും റോമും ഉണ്ട്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒള്ളി മെമ്മറി. അപ്പൊ അതിന്റെ കൂടെ എന്തൊക്കെയുണ്ട്? റീഡ് ഒള്ളി മെമ്മറി. പിന്നെ പ്രോം എന്താ? പ്രോഗ്രാംഡ് റീഡ് ഒള്ളി മെമ്മറി. പിന്നെ ഇപ്രോം എന്താ? ഇറേസബിൾ പ്രോഗ്രാംഡ് റീഡ് ഒള്ളി മെമ്മറി. ദെൻ MROM മാസ്ക്ഡ് റീഡ് ഒള്ളി മെമ്മറി. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. Then application of computers in pharmacy. So the major strength of the computer is that they can perform wide variety of applications. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം? ഒന്ന്
പർച്ചേസ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ. എന്താണ് പർച്ചേസ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ? അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന് പെട്ടെന്ന് തന്നെ ഡേറ്റാസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും ന്യൂമറിക്കൽ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ തരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പ്രോസസ് ചെയ്തിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ തരാനായിട്ട് കമ്പ്യൂട്ടറിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ എവിടെയാണ് ഫസ്റ്റ് ആപ്ലിക്കേഷന്റെ പർച്ചേസ് ആൻഡ് ഇൻവെന്ററി കൊടുക്കുന്ന ന്യൂമറിക്കൽ ഡേറ്റ അസസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ തരാൻ പറ്റുന്നുണ്ട്. ദെൻ ഒരു എഫിഷ്യന്റ് റോൾ ഇൻ ദ പർച്ചേസ് ആൻഡ് ദ ഇൻവെന്ററി ഫോർ മെയിൻറ്റെയിനിങ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ: ഡ്രഗ് കോഡ്, ഇഒക്യു, ഡിസ്ക്രിപ്ഷൻ, റീഡ് ഓർഡർ, ലെവൽ, വെണ്ടർ, പ്രൈസ്, യൂണിറ്റ്, ഇഷ്യൂ, ഇതെല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ട് പർച്ചേസ് ആൻഡ് ഇൻവെന്ററി കൺട്രോളിലാണ് ഏറ്റവും ആദ്യത്തെ ആപ്ലിക്കേഷൻ. അവിടെ ന്യൂമറിക്കൽ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ തരാനായിട്ട് കമ്പ്യൂട്ടറിന് സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗ് സ്റ്റോർ. ഡ്രഗ് സ്റ്റോർ എന്താ? ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് കുഡ് ബി മെയിൻറ്റെയിൻഡ് as a record like the list of medicine, company detail, order form, billing, pricing, payment details, stock record, അങ്ങനെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒരു ഡ്രഗ് സ്റ്റോറിൽ നടക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. സോ ഒരു ഡ്രഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഡ് ബി പ്രൊഡക്റ്റ് വൈസ്, കാറ്റഗറി വൈസ്, അല്ലെങ്കിൽ കമ്പനി വൈസ്. ആ 3 രീതിയിൽ നമുക്ക് നമ്മുടെ ഡ്രഗ് സ്റ്റോറിന്റെ കാര്യങ്ങൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ. എന്റെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതായത് മെയിൻറ്റെയിൻ ചെയ്യുക, വാർഡ് ഫാർമസി റെക്കോർഡ്, ചാർജ് ഫ്ലോ സ്റ്റോക്ക്, നോൺ ചാർജ് ഫ്ലോ സ്റ്റോക്ക്, ഇൻഡിവിജ്വൽ പേഷ്യന്റ് ഓർഡർ സിസ്റ്റം, ഇതെല്ലാം ഡ്രഗ് ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട റോളുകളാണ്. ദെൻ ഹോസ്പിറ്റൽ ഫോർമുലറി. അപ്പൊ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജിയസ് ടു കീപ് ദ ഫോർമുലറി ഇൻ കമ്പ്യൂട്ടർ ബിക്കോസ് any update അല്ലെങ്കിൽ amendment could be made easily without inquiring any cost. അപ്പം ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി അഡ്വാൻറ്റേജസ്. അത് ആ കമ്പ്യൂട്ടറിന്റെ ഫോർമുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെയുള്ള മരുന്നുകളുടെ എല്ലാം ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ആയിട്ട് മാറ്റങ്ങൾ വരുത്തിയതിനകത്ത് മാറ്റങ്ങൾ ഉൾപ്പെടെ നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ് ഹോസ്പിറ്റൽ ഫോർമുലറി. അപ്പം it could be made easy without incurring any cost. Any one of the sections could be retrieved easily by putting ഒരു സിംഗിൾ കമാൻഡ് ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽ ഫോർമുലറി മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? സോ ഹോസ്പിറ്റൽ ഫോർമുലറി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഇൻക്ലൂഡ് ചെയ്യാം, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റൽ ഫോർമുലറി വിതൗട്ട് എനി കോസ്റ്റ് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ കമാൻഡിലൂടെ നമുക്ക് ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡ്രഗിന്റെയും ഡീറ്റെയിൽസ് കിട്ടുന്നത് ഹോസ്പിറ്റൽ ഫോർമുലറിയിലൂടെയാണ്. നെക്സ്റ്റ് ഈസ് പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്സ്. പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് എന്താ? ഇപ്പം പേപ്പർ, മറ്റ് റെക്കോർഡ്സ്, ടെസ്റ്റ് റിപ്പോർട്ട്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ്, പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ കിട്ടും. ഒരു ഡോക്ടറുടെ മുമ്പിൽ പോയിട്ട് ജസ്റ്റ് നമ്മളെ ആ ഒരു നമ്പർ അടിച്ചു കൊടുത്താൽ മതി, ഹോസ്പിറ്റൽ നമ്പർ അടിച്ചു കൊടുത്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതും കമ്പ്യൂട്ടറിന്റെ ഒരു യൂസ് അല്ലേ. പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്, ഹിസ്റ്ററി, ടെസ്റ്റ് റിപ്പോർട്ട്, ഡയഗ്നോസിസ് എല്ലാം. ദെൻ ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ്. അപ്പം ഒരു ഫാർമസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മരുന്നിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് ഡിപ്പെൻഡ് ചെയ്യാം. അത് കമ്പ്യൂട്ടറിലൂടെയാണ് കിട്ടുന്നത്. അപ്പം CD-ROM ടെക്നിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഒരു ലൈബ്രറി സെക്കൻഡറി റിവല്യൂഷൻ തന്നെയായിരുന്നു. സോ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് പേഷ്യന്റ് മോണിറ്ററിങ്. അപ്പം ആസ്മ, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഡയബറ്റീസ് ഒക്കെ ഉള്ള പേഷ്യൻസിന്റെ കേസിൽ ഒരു ക്രോണിക് ഡിസീസസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പൊ അത്തരം കേസ് നമുക്ക് ഓരോ മാസത്തെയും ഫിസിയോളജിക്കലി അവർ കിട്ടുന്ന ഡേറ്റാസ് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, കൂട്ടി വെച്ചാൽ മതിയാവും. ഓക്കെ, ദെൻ കമ്മ്യൂണിറ്റി ഫാർമസി. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാന്, ദെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി, മെയിൽസിനെ പറ്റി, ഫാമിലി വെൽഫെയറിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് റെലവൻസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഇൻഫർമേഷൻ റിട്രീവൽ ഓർ ഇൻഫർമേഷൻ റിട്രീവൽ ബൈ കമ്പ്യൂട്ടർ. അപ്പം എങ്ങനെയാണ് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്.
അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫാർമസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെസസിറ്റിയാണ്. അപ്പം ആ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസിൽ എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ഫാർമസിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യന്റ് കൗൺസിലിംഗ് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ മെഡിസിൻസിനെ പറ്റി ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള മറുപടികൾ കൊടുക്കുക, ഡ്രഗിന്റെ ആക്ഷൻ, ഡ്രഗിന്റെ ഇന്ററാക്ഷൻ, ADR, ടോക്സിക് ഇഫക്റ്റ്, അതിനെല്ലാം പറ്റി, ദെൻ ഡിസീസ്, ഡിസോർഡർ, അക്യൂട്ട് സിൻഡ്രോം, ന്യൂ ഇന്നോവേറ്റീവ് തെറാപ്പി, അതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻസ് നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കണം അല്ലെ. അപ്പൊ കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഫാർമസിൽ ഇതൊക്കെ ഇപ്പൊ വളരെയധികം ഈസിയാണ്. അപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ജോലി സെർച്ച് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ജോലികൾ കിട്ടിയാൽ തന്നെ അതിൻ്റെ അകത്തുള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓർത്ത് വെക്കുക, എഴുതി വെക്കുക ഒക്കെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിലോ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ഫോൾഡറായിട്ട് കീപ്പ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും റിക്കളക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ലൈബ്രറീസ്, നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്ട്രീം, മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം തരുന്ന ഒരു സ്ട്രീം തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. സോ മെഡിക്കൽ ലിറ്ററേച്ചർ അനാലിസിസ് റിട്രീവൽ സിസ്റ്റം, മെഡ്ലാർ എന്നൊക്കെ പറയുന്ന ലിറ്ററേച്ചേഴ്സ് അനാലിസിസ് ചെയ്ത് കിടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിലുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ ആ മെഡ്ലൈനിൽ ഒന്ന് ജസ്റ്റ് കയറി അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഡ്രഗ് റിലേറ്റഡ് ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് തരാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ ലൈബ്രറീസ് കീപ്പ് ചെയ്യുക, പ്രൈവറ്റ് സോഫ്റ്റ്വെയർ കമ്പനീസ്, മൈക്രോമെഡെക്സ് പോലെയുള്ള കമ്പനീസ് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അതേപോലെ അക്കാഡമിക് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഡെമോ ഫാർമക്കോളജി പ്രാക്ടിക്കൽ നടത്തണമെന്നുണ്ടെങ്കിൽ ലാബ് സിസ്റ്റം, ലാബ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാം. കാരണം ഒരു സിംഗിൾ CD ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ CDS ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാർട്ടിക്കുലർ കാര്യങ്ങളെല്ലാം അലൈൻ ചെയ്തിട്ട് ക്ലാസ്സസ് വരെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇൻ പേഷ്യൻസിന്റെ കേസിൽ, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ കേസിൽ അവരുടെ ട്രീറ്റ്മെന്റ് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മുടെ ഫാർമസിസ്റ്റിന് ഓരോ ഫ്ലോറിലും ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഫ്ലോറിൽ നിന്ന് ഒരു ഇൻഡിക്കേഷൻ കൊടുത്താൽ അത് ഫാർമസിസ്റ്റിന് അവരുടെ ഫാർമസിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇന്ന പേഷ്യന്റിന് ഇന്ന ഡ്രഗിന്റെ ഒരു നീഡ് ഉണ്ട് എന്നുള്ളത്. സോ ദിസ് ഫെസിലിറ്റി ഈസ് മെയ്ഡ് അവൈലബിൾ വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ സൈസ് ആൻഡ് ദ economical strength of the hospital. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ അതിനുള്ള ഒരു എന്താ പറയാ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ദീസ് ടെർമിനൽസ് ആർ ഓപ്പറേറ്റ് അണ്ടർ സോഫിസ്റ്റിക്കേറ്റഡ് പ്രോഗ്രാംസ് ഫോർ എസ്റ്റിമേറ്റിംഗ് ഡ്രഗ് ലെവൽ ആൻഡ് നീഡഡ് ഡോസിംഗ് പാരാമീറ്റേഴ്സ്. അപ്പൊ ഫാർമക്കോകൈനറ്റിക് ആസ്പെക്ട് നോക്കിയിട്ട് നമുക്കൊരു ഡ്രഗിന് ലെവല് മാറ്റണമെന്നുണ്ടെങ്കിൽ അത്തരം പ്രോഗ്രാമുകളും അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക. ദെൻ ദ മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് കംപ്രൈസസ് എ സൈക്കിൾ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കണ്ടിന്യൂ ടിൽ ദ ടൈപ്പ് ഓഫ് പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പൊ എത്ര നാള് പേഷ്യന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രയും നാള് നമ്മള് ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ നമുക്ക് അവിടുന്ന് കിട്ടും. അയാളുടെ ബൈസ്റ്റാൻഡേഴ്സ് പണ്ടത്തെ പോലെ എപ്പോഴും അയാളുടെ ഡീറ്റെയിൽസും കാർഡും കൊണ്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല. ദെൻ ലിസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ്, ഓരോ പേഷ്യന്റിനും വേണ്ടുന്ന ഡ്രഗ് ഡീറ്റെയിൽസ്, ഡിസീസ് എല്ലാം സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. ദെൻ ഫാർമസിനെ ലേബൽ ഉണ്ടാക്കാനും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. ദെൻ ഡിസ്പെൻസ് ചെയ്യുന്നതിന് മുമ്പ് യൂണിറ്റ് ഡോസ് ഓരോ പേഷ്യൻസിനും കൊടുക്കണമെങ്കിൽ ദ ഫാർമസിസ്റ്റ് വിൽ എക്സാം എനി പോസിബിലിറ്റി ഓഫ് ഡ്രഗ് ഇന്ററാക്ഷൻ ലൈക്ക് ഡ്രഗ് ഫുഡ് ഇന്ററാക്ഷൻ ഒക്കെ നമ്മളെ സഹായിക്കും. ഞാൻ then it send it to ward for administration to the patients. So the entry of administered drugs done in the computer as medicine administration record. അപ്പം മെഡിസിൻ കൊടുത്തു എന്നുള്ളതും അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതും കമ്പ്യൂട്ടറിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ എപ്പോഴാണ് കൊടുത്തതെന്നും കൊടുത്ത സമയവും ഒക്കെ രേഖപ്പെടുത്താനും അതൊരു തെളിവായിട്ട് നിൽക്കുകയും ചെയ്യും. സോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ കോസ്റ്റ് അതൊക്കെ ആ ഒരു സമയത്ത് തന്നെ കമ്പ്യൂട്ടറിലാണെങ്കിൽ എൻട്രി ചെയ്യാം. ഇല്ലെങ്കിലോ ഒരു പേപ്പറിൽ ഇത്രയാണ് കോസ്റ്റ് എന്ന് എഴുതി കൊടുക്കുന്നു, പേഷ്യന്റ് അത് എടുക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. എത്ര ബുദ്ധിമുട്ടാണ് പേഷ്യന്റ് അത് കാരണം അനുഭവിക്കുന്നത്. അതൊന്നും വേണ്ട. ഓക്കെ, ദെൻ
Lastly, at the time of discharge of the patient, the above record is retrieved for final billing. So, at last discharge സമയം എന്തൊക്കെയാണോ അയാളുടെ പേരിൽ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിരിക്കുന്നത് അതെല്ലാം തന്നെയും കൂട്ടിയായിരിക്കും അയാളുടെ ബില്ല് വരുന്നത്. സോ അപ്പൊ അതൊരു മാനുവലി ചെയ്യേണ്ട, അതെല്ലാം കമ്പ്യൂട്ടർ തന്നെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. സോ ഈ പർച്ചേസ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ ഓഫ് മെഡിക്കാമെന്റിനകത്ത് കമ്പ്യൂട്ടേഴ്സിന്റെ റോള് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അബ്സല്യൂട്ട് ഇൻവെന്ററി പ്രോഗ്രാമിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോ മോർ അല്ലെ? അപ്പം മേജർ ടാസ്ക് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അതോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഈ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഇൻവെന്ററി പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സാധനങ്ങളാണ് ഇല്ലാത്തത്, എന്തിന്റെയൊക്കെയാണ് ക്വാണ്ടിറ്റി കുറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുക്കും അല്ലെ? സോ അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻവെന്ററിയെ സംബന്ധിച്ച് ഇത് ട്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി കഴിഞ്ഞാലുള്ള യൂസ് എന്താ? ഈ മെഡിക്കാമെന്റ് ഒരു ഓർഡർ പോയിന്റിൽ എത്തുന്ന സമയം അതിന്റെ ഒന്നെങ്കിൽ കളർ മാറ്റിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഫീഡിംഗ് മെക്കാനിസം കമ്പ്യൂട്ടറിൽ നമ്മൾ എൻ്റർ ചെയ്ത് വെക്കുക. സോ ദിസ് ഫീഡിംഗ് ഡിഫറെന്റ് ഇൻവെന്ററി ടെക്നിക് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഒന്ന്, യൂട്ടിലൈസേഷൻ ഓഫ് പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം. പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെസിപ്റ്റ്, ഇഷ്യൂ, റിട്ടേൺ, ബില്ലിംഗ് അത്തരം സംഭവങ്ങളുമായിട്ട് കമ്പ്യൂട്ടറിനെ ലിങ്ക് ചെയ്ത് വെക്കുക. അപ്പൊ സ്റ്റോക്ക് കുറയുന്നതനുസരിച്ച് നമുക്കതൊരു റെസിപ്റ്റ് ആയിട്ടും ഇഷ്യൂവും റിട്ടേണും ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കമ്പ്യൂട്ടറിലെ മാക്സിമം ലെവല്, മിനിമം ലെവല്, റീഓർഡർ ലെവല്, സ്റ്റോക്ക് ലെവല് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എവിടെയാണ് എന്നുള്ളത് കമ്പ്യൂട്ടറിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒപ്റ്റിമം ലെവലിൽ ആകുമ്പോൾ നമുക്കത് ഇൻഡിക്കേഷൻ തരും. ദെൻ കീപ്പിംഗ് ദ ഇൻവെന്ററി റെക്കോർഡ്. സോ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് ഇൻസ്പെക്ഷൻ ലീഗൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് മെയ്ഡ് റെഡി അറ്റ് എനി ടൈം സോ ബൈ ദ കമ്പ്യൂട്ടർ ത്രൂ ദ എബവ് ടു ഇൻവെന്ററി ടെക്നിക്. മെഷർ ഓഫ് ഇൻവെന്ററി. The price of each item can be feeded in the computer to measure the value അല്ലെങ്കിൽ those items for finding of total inventory of the hospital. അപ്പം ABC ടെക്നിക് എടുത്തു കഴിഞ്ഞാൽ ആ ABC ടെക്നിക്കിന്റെ അകത്ത് എന്താ? എത്ര വോളിയം, എത്ര കോസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇൻവെന്ററിയുടെ മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ മൂവിങ് ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് അറിയാനും നമ്മളെ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യും. ബേസിക് ആയിട്ട് ഇൻവെന്ററിയിലെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഡ്രഗ് സ്റ്റോറിലെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ, ഹോസ്പിറ്റൽ ഫോർമുലറി, പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്, ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, കമ്മ്യൂണിറ്റി ഫാർമസിയിലൊക്കെ കമ്പ്യൂട്ടേഴ്സിന് ഒരുപാട് റോളുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ആണ് കമ്പ്യൂട്ടേഴ്സ്.